ഫൈനൽ 3 ആണ് ഈ നിൽക്കുന്നത്. ഇതിൽ എത്ര പേര് പോകും എന്നുള്ളതൊന്ന് എലിമിനേഷൻ പ്രോസസ്സ് ഒരു തവണ കട്ടായി. അന്ന് നമ്മൾ ഒന്നോ രണ്ടോ ആൾ പോകേണ്ടതായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ എല്ലാവർക്കും ആയിട്ടില്ല. ഒന്നുകൂടെ ഒരു ചാൻസ് കൂടി ഇവരെല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മൾ അന്നത്തെ എലിമിനേഷൻ പ്രോസസ്സ് ക്യാൻസൽ ചെയ്തു. അപ്പം ഈ ഒരു സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ചേ പറ്റൂ. നമുക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ രമ്യ ബാക്കി കാര്യങ്ങൾ പറയും. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ശരിയൊരു വിഷമം. ആ ഒരു നിങ്ങളുടെ ആ ഒരു ഫണ്ണും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ടുഗെദർനെസ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് പല പല ഭാവങ്ങൾ അവിടെ മിന്നി പറയുന്നത്. പക്ഷേ നമുക്ക് എലിമിനേറ്റ് ആകുന്നവരുടെ പേരാണോ പറയണ്ടേ ഷാനിക്ക? അല്ല, ഞാൻ ആക്ച്വലി പറയാൻ പോകുന്നത് സേഫായിട്ട് അവിടെ പോയി ഇരിക്കാൻ പോകുന്ന ആളുടെ പേരാണ് പറയാൻ പോകുന്നത്. പറയട്ടെ? ഓക്കെ, സേഫായ ആള് അഭിനവ്. ഓക്കെ, അഭിനവിന് 49 മാർക്സ് ആണ്. കൺഗ്രാജുലേഷൻസ്. നന്നായി ശ്രമിക്കുക. ഇതൊരു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. അഭിനവിൻ്റെ വേഴ്സിറ്റാലിറ്റിയും ഇതിൻ്റെ എല്ലാ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന നല്ല ഉഗ്രനൊരു വേദിയാണ്. ഇനി ഈ അവസരം നന്നായി ഉപയോഗിക്കുക. ഓക്കെ? അതെ, അബി ഫൈനൽ 3 വന്നത്. അതിൽ നിന്നാണ് നീ സേഫിലേക്ക് പോകുന്നത്. ഇനി ഇതിൽ വരരുത്. ഓക്കെ? അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഇനി അടിപൊളിയാക്കുക. ഓക്കെ? കൺഗ്രാറ്റുലേഷൻസ്. പാർത്ഥിവ്, സാന്നിധ്യ, ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രണ്ടുപേരും താൽക്കാലികമായി നമ്മളോട് വിട പറയേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങളോട്. അഗൈൻ നമ്മളിപ്പോഴും പറയുന്നത് താൽക്കാലികമായിട്ടെന്നാണ്. എല്ലാം ടെമ്പററി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. അപ്പം താൽക്കാലികമായിട്ട് ഒരു വിട പറച്ചിലാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അസാധ്യ സിംഗേഴ്സാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു പ്രശ്നങ്ങളുടെ പേരിലാണ് മാർക്സ് പോയത്. ഇത് ഒരിക്കലും ഈ ഒരു ജേണിയുടെ എൻഡായിട്ട് കാണരുത്. ഇനിയും അങ്ങോട്ട് പഠിക്കുക, കോൺസെൻട്രേറ്റ്, ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച്, ഇപ്പോൾ വേദി ആയിരിക്കാം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിരിക്കാം, എവിടെന്നെങ്കിലും വെച്ച് നമുക്ക് ഒന്നിച്ച് കാണാനും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അർജിത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് സിംഗറാണ്. അദ്ദേഹം ഔട്ടായി പോയിട്ടുണ്ട് റിയാലിറ്റി ഷോയിൽ നിന്ന്. അതുപോലെ നാഷണൽ അവാർഡ് നരേഷ് അയ്യർ ഇതുപോലെ റിയാലിറ്റി ഷോയിൽ നിന്ന് ഔട്ടായി പോയിട്ട് ഫസ്റ്റ് സോങ്ങിന് നാഷണൽ അവാർഡ് മേടിച്ച സിംഗറാണ് നരേഷ് അയ്യർ. സോ ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ സൂപ്പർ സ്റ്റാർ ആവുന്നവരടുത്തും ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. ഗോഡ് ബ്ലെസ് യു. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴെങ്കിലും നമുക്ക് സ്റ്റുഡിയോയിൽ ഒരുമിച്ച് കാണാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് സാന്നിധ്യ ആൻഡ് പാർത്ഥിവ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ സാന്നിധ്യക്കും പാർത്തിക്കും നമ്മളൊരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ഓക്കെ ചേച്ചി, ഇനി നമ്മുടെ സാന്നിധ്യക്കും കൂടെ ഒന്ന് മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ഒന്ന് ഹാൻഡ് ഓവർ. അപ്പോൾ പാർത്തി ആൻഡ് സാന്നിധ്യ, ഇത് ഒരു ബിഗിനിങ് മാത്രമാണ്. ഇനി നിങ്ങളുടെ ജേർണി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു വേദിയിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കീപ് ഹാർഡ് വർക്കിംഗ്, ഇതുപോലെ തന്നെ പോട്ടെ. നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഈ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ മാത്രം നമ്മൾ ഒന്ന് മിസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.